നമസ്കാരം. കടമെടുപ്പ് പരിധി സംബന്ധിച്ച വിഷയം കോടതിയിൽ കീറാമുട്ടിയായി നിലനിൽക്കുന്നതിനിടയിൽ ഇന്ന് വൈകിട്ട് വീണ്ടും ചർച്ച നടത്താൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും. കോടതിയിൽ കേസ് നിലനിൽക്കുന്നു എന്ന കാര്യം മനസ്സിൽ വെൽക്കാതെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന തുറന്ന ചർച്ചയ്ക്കായി കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിടുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ബാക്കി വരുന്ന കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താനാണ് സുപ്രീം കോടതി ഇപ്പോൾ കേരള സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. വാദത്തിനിടെ കേന്ദ്ര സർക്കാർ പറയുന്ന 13,608 കോടി രൂപയുടെ കാര്യം അംഗീകരിച്ചുകൂടെ എന്ന ചോദ്യം കൂടി സുപ്രീം കോടതി കേരളത്തിന് മുന്നാകെ ചോദിച്ചിട്ടുണ്ട്. ഇത് സ്വീകരിക്കാം എന്ന് വ്യക്തമാക്കിയ കേരളം 15,000 കോടി രൂപ കൂടി വേണം എന്ന ആവശ്യവും ഉന്നയിക്കുന്നു. കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിൽ പരസ്പര വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി കോടതി ഇരുകൂട്ടർക്കും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ രാഷ്ട്രീയപരമായ ഒരു പ്രതികരണവും നടത്താൻ പാടില്ല എന്ന കർശന നിർദ്ദേശം കൂടി സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നൽകുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ നിയമമേ പറ്റൂ എന്നും കേരളം തങ്ങളുടെ ആവശ്യം ഉന്നയിക്കുകയും ഇത് നടപ്പിലാക്കിയില്ല എങ്കിൽ മറ്റൊന്നും വേണ്ട എന്നുള്ള ഒരു കടുംപിടുത്തം പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും കേന്ദ്ര സർക്കാർ ആരോപിച്ചിട്ടുണ്ട്. അങ്ങനെ കേന്ദ്രവും കേരളവും തമ്മിൽ നിലനിന്നിരുന്ന ഈ കടമെടുപ്പ് പരിധി സംബന്ധിച്ച വലിയൊരു തർക്കത്തിന് അന്തിമമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്രവും ഇക്കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് മയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്കുൾപ്പെടെ ശമ്പളം മുടങ്ങിയത് വലിയൊരു വിവാദമായിരുന്നു. ഇത്തരത്തിൽ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിനെ ഉലയ്ക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നതും ഈ തർക്കം സുപ്രീം കോടതിയുടെ മധ്യസ്ഥതയിൽ തന്നെ രമ്യമായ പരിഹാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.